അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. രണ്ട് പൊന്നു മക്കളുടെ മരണവാർത്തയാണ് ഏറെ വേദനയോടെ നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ രണ്ട് പൊന്നു മക്കൾക്ക് വേണ്ടി ഓരോ ഫാത്തിയ വീതം ഓതി അവരുടെ ഖബറിലേക്ക് എത്തിക്കണം. മക്കളുടെ മരണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതലായി പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ആ മാതാപിതാക്കളുടെ വേദന, വിഷമം, പ്രയാസം എന്ന് അവസാനിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പോലും പറ്റില്ല. അവർ നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് നമുക്കറിയില്ല. അവരോട് എന്ത് പറഞ്ഞാലാണ് അവർക്ക് ആശ്വാസമുണ്ടാകുക എന്ന് നമുക്കറിയില്ല. ആ കുടുംബത്തിനും മക്കളുടെ മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യില്ലേ? രണ്ട് പൊന്നുപോലുള്ള മക്കൾ മരിച്ച് മലർന്ന് മിണ്ടാതെ കിടക്കുന്ന ആ ഒരു കാഴ്ച ആ മാതാപിതാക്കൾ കാണുമ്പോൾ പടച്ചറബ്ബേ, നമുക്കത് പറയാൻ പോലും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കാറുണ്ട്. പക്ഷേ ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ താമസിച്ചു പോകാറുണ്ട്. അത് ഇതുപോലുള്ള മരണവാർത്തയാണ്. ഇതുപോലുള്ള മരണവാർത്തകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളും സ്റ്റക്കായി പോകാറുണ്ട്. അതുകൊണ്ടാണ് ലേറ്റായി പോകുന്നത്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ്. നാടിനെ കണ്ണീരിലാഴ്ത്തി ഷഹീൻ ഷാ മോൻ നമ്മളെ വിട്ട് വിട പറഞ്ഞു പോകുമ്പോൾ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് തന്നെയാണ്. നാളെ ആരൊക്കെയോ ആകേണ്ട, നമ്മുടെ ദീനിൻ്റെ പ്രബോധികനാവേണ്ട ഒരു പൊന്നുമോനാണ് നമുക്ക് നഷ്ടമായത്. ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓരോ മാതാപിതാക്കളും മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. മക്കളെ എന്തൊക്കെയോ ആക്കണമെന്നുള്ള സ്വപ്നം. പക്ഷേ ഷഹീൻഷയുടെ മാതാപിതാക്കളുടെ ആഗ്രഹം അവരുടെ മകനെ നമ്മുടെ ദീനിന് വേണ്ടി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ ആ ഒരു സ്വപ്നം നല്ലൊരു ദീനി പ്രബോധികനായി തലപ്പാവയും ധരിച്ച് പണ്ഡിതന്മാരുടെ അകമ്പടിയോടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു പൊന്നുമോൻ്റെ സ്വപ്നം ഇന്ന് വെറും ഒരു സ്വപ്നമായിരിക്കുകയാണ്. ലാളിച്ച് കൊഞ്ചിച്ച് കൊതി തീർന്നില്ല ആ മാതാപിതാക്കൾക്ക്. അതിനു മുമ്പേ ദീനിനു വേണ്ടി സമർപ്പിച്ചതാണ്. ഒരു ആഫിലാൻ കൂടെ കിടത്തിയും താലോലിച്ചും മതിയാവാത്ത ആ പൊന്നുമോന്, എല്ലാം കൊണ്ടും ദീനിനു വേണ്ടി സമർപ്പിച്ച ആ പൊന്നുമോന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നമുക്കൊക്കെ മക്കളുള്ളതല്ലേ. മാരാമുറ്റത്തെ ഖുർആൻ അക്കാദമിയിൽ ഹാഫിലാവാൻ പഠിക്കുകയായിരുന്നു ഷഹീൻ. പൊന്നുമോന് അവധിക്ക് വീട്ടിലെത്തിയതാണ്. നൈദല്ലൂരിലെ താമരപ്പാടത്തിനടുത്തുള്ള വലിയ ആഴമൊന്നുമില്ലാത്ത കുളത്തിൽ ആ പൊന്നുമോന് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയതായിരുന്നു. കുട്ടികളല്ലേ, നല്ലപോലെ നീന്താൻ അറിയണമെന്നില്ലല്ലോ. അവൻ അപകടത്തിൽപ്പെട്ടു. 5ലും 6ലും പഠിക്കുന്ന അവൻ്റെ കൂട്ടുകാര് കുറേ ഒച്ച വെച്ചു. ആ കുഞ്ഞുമക്കൾക്ക് ആവുന്ന വിധം അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ കുഞ്ഞുമക്കൾക്ക് അതിനാവുന്നില്ല. ആരും ശ്രദ്ധിക്കപ്പെടാനില്ലാത്ത ആളൊഴിഞ്ഞ ഒരു പാടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂക്കിയും കരച്ചിലും ആരും കേട്ടതുമില്ല. മക്കളുടെ എല്ലാ ശ്രമങ്ങളും അവിടെ വിഫലമായി. BM ആയുർവേദ ആശുപത്രി നടത്തുന്ന ഷാജിയുടെ മകനാണ് ഷഹീൻ. പ്രിയപ്പെട്ടവരെ, മഴക്കാലമാണ്. നമ്മുടെയൊക്കെ വീട്ടുപരിസരങ്ങളിൽ അപകടങ്ങൾ പതിങ്ങിയിരിക്കുന്നുണ്ട്. മക്കളെ ശ്രദ്ധിക്കണം എല്ലാവരും. അറിവില്ലാത്ത ചെറിയ മക്കളാണ്. അപകടത്തിലും അബദ്ധത്തിലും വന്നുപെടാം. അവർക്ക് വേണ്ടി നമ്മളെ തന്നെ മാറ്റിവെച്ചേക്കണം. പടച്ചറബ്ബ് ആ പൊന്നുമോന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. അവസാനം നമുക്ക് ദുആ ചെയ്യാം. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പൊന്നുമോളാണ്. ഇന്ന് ഓരോ വാർത്തയും കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയമിടിപ്പ് കൂടുകയാണ്. ഒന്നിനുമില്ലാത്ത, ഒന്നും അറിയാത്ത പാവം മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്. പടച്ചറബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. ഈ പൊന്നുമോള് മരണപ്പെട്ടിരിക്കുന്നത് പനി ബാധിച്ചാണ്. വെറുമൊരു നിസാര പനിയാണ് ഈ ഒരു പൊന്നുമോളുടെ ജീവനെടുത്തത്. എങ്ങനെ സഹിക്കാനാണ്? പ്രിയപ്പെട്ടവരെ, ഓരോ വാർത്തകളും നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയും വിഷമവും അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കുക, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക,
അത്ര മാത്രമേ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള ദുആ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ കൈച്ചലായി പോവുക. കോഴിക്കോട് കൊയിലാണ്ടി തിക്കോടി കോടിക്കൽ ഞെട്ടിക്കല പാലം റാരോത്ത് വീട്ടിൽ ജബിനാസിൻ്റെ മകൾ ആയിഷ ഹെൽന എന്ന 9 വയസ്സുകാരിയാണ് പനി ബാധിച്ച് മരണപ്പെട്ടു പോയത്. വൻമുഖം കോടിക്കൽ MMUP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ മാരകമായ രോഗത്തിൽ നിന്നും കാക്കുമാറാകട്ടെ. പടച്ചറബ്ബെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. ഇന്ന് ഓരോ മാതാപിതാക്കളും ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. അവരില്ലാത്ത ഈ ഒരു ലോകം വെറുമൊരു ശൂന്യം മാത്രമാണ്. മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളും ഇന്ന് ജീവിക്കുന്നത് പടച്ചറബ്ബെ നിന്നോടുള്ള ഭയം കൊണ്ട് മാത്രമാണ്. മരിച്ച് ജീവിക്കുകയാണ് ഓരോ മാതാപിതാക്കളും. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബെ, മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഈ ഒരു വിയോഗം സഹിക്കാനുള്ള കരുത്ത് നീ അവരുടെ മനസ്സിന് നീ നൽകണേ റബ്ബേ. അവരുടെ നാളത്തെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഒന്നും അറിയാത്ത പാവം 2 മക്കളാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. പടച്ച റബ്ബേ, നിന്റെ ദീൻ പഠിച്ച് ഹാഫിളാകാൻ വേണ്ടി കൊതിച്ച ഷഹീൻ എന്ന പൊന്നുമോന് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോന് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമ്മാൻ്റെ പൊന്നുപ്പാൻ്റെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആയിഷ എന്ന ഈ ഒരു പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പൊന്നുമോളെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ആ പൊന്നുമോളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമക്കളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്.